പൊന്നുപ്രേക്ഷകരെ, ആദ്യം തന്നെ സന്തോഷ വാർത്ത അറിയിക്കാം. നമ്മുടെ സന്ദീപ് ബ്രോക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സന്ദീപ് ബ്രോയുടെ ആദ്യ പ്രതികരണം വരുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. ബിഷപ്പ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ എന്തെന്ന് ക്ലിയർ ആയി കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മുടെ സന്ദീപ് ബ്രോ ഒരു സാങ്കല്പിക കഥ ഓരോ എപ്പിസോഡായിട്ട് അദ്ദേഹത്തിന്റെ ചാനലിലൂടെ അവതരിപ്പിക്കുമ്പോൾ ആരോ ബിഷപ്പിനോട് പറയുകയാണ് ഇത് നിങ്ങളെ കുറിച്ച് പറഞ്ഞതാണെന്ന്. അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഒരു കാര്യം പറയാം, ഇതിപ്പോൾ സന്ദീപ് ബ്രോ ഈ സാങ്കല്പിക കഥയിൽ ബിഷപ്പിന്റെ പേര് പറയുന്നില്ല, ബിഷപ്പിന്റെ ഫോട്ടോ ഇല്ല, ഒരു മണ്ണാങ്കട്ടിനില്ല, ഒരു കഥ മാത്രമാണ്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, അങ്ങനെ ഒരു കഥ ഇപ്പോൾ സന്ദീപ് ബ്രോ ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ ഞാൻ പോയിട്ട് കേസ് കൊടുത്താലാവോ? അത് എന്നെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം, എന്തെങ്കിലും ഒരു ഫോട്ടോ വേണം, ഒരു ചെറിയ കുഞ്ഞു ക്ലൂ എങ്കിലും വേണ്ടേ? വെറുതെ ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാമോ? അപ്പോൾ ഇത് ഇന്നലെ രേണു സുധിയൊക്കെ ആ ഒരു കേസ് കൊടുത്ത വീഡിയോ ഇട്ടിട്ട് നല്ല സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സന്ദീപ് ബ്രോയുടെ ആദ്യ പ്രതികരണം വരുന്നുണ്ട്, അത് വെച്ച് തരാം. സന്ദീപ് ബ്രോയെ ഇഷ്ടമുള്ളവരെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പക്കാഷ്ണം തിന്നിട്ട് സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കുണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ, തൂറിയിട്ടൊക്കെ പോളൂട്ടാ. എടാ, എനക്കൊക്കെ എന്തിന്റെ കേടാടാ? വല്ലവരും എറിഞ്ഞു തരണം അപ്പക്കാഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കുക. എനിക്കത് വേറെ പണിയില്ലേത് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ജാമ്യം കിട്ടിയിട്ടുണ്ട്, അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞാൻ അങ്ങോട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. അത് നടപ്പിലാവുന്ന കാര്യമല്ല. അത് ആരോടാ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ല പറഞ്ഞുള്ളത്. ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടോ? അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ നമ്മളും പോകുന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, എന്നും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും മാത്രമാണെന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്നൊരു സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണെന്ന് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണങ്ങ് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫോണൊക്കെ അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ പോയി. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിൻഡ് തരാം. സ്വന്തം ഫോണ്, അതായത് മൊബൈൽ ഇല്ലേ, വീഡിയോ എടുക്കുന്ന സമയത്ത് സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക. ഒക്കെ സിമ്മില്ലാത്ത ആവശ്യമില്ലാത്ത എടുത്താൽ മതി. നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്. അതൊരു പാടാണ്. പാടങ്ങൾ ഒരുപാട് വേണമല്ലോ. ഒരുപാട് ഉണ്ടാക്കിയല്ലേ കായ്, അതിൽ കുറച്ച് കായ് ഇറങ്ങട്ടെ അല്ലേ, കുറച്ച് കോടതിയിൽ ഇറങ്ങും. കുറേ ആൾക്കാർ കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നത് കൊണ്ട് എനിക്ക് വല്ലാണ്ട് മനസ്സിലാവണില്ല. എന്തായാലും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ കുരയ്ക്കും പട്ടി കടിക്കില്ല, കുരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് കുറച്ച് ആളുകൾ എന്താ ചെയ്യുക, അത് തന്നെ നമ്മളൊക്കെ കണ്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അനീഷ് ബ്രോ, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനീഷ് ബ്രോയിനോട്. അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. കണ്ടന്റ് കിട്ടുമ്പോൾ എടുത്തങ്ങ് ചെയ്യുന്ന ആളുകളാണല്ലോ, ചെയ്യട്ടെ. അപ്പോൾ വരാം. ഓക്കെ, പിന്നെ പ്രേക്ഷകരെ, മനസ്സിന് വല്ലാത്തൊരു ഹാപ്പിയാണ് നമ്മുടെ സന്ദീപിന് ജാമ്യം കിട്ടിയതിൽ. ഒരു കാര്യം പറയാം, ഞാനെന്നല്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആരും റേണുവിൻ്റെ ക്യാൻസറിനെ ആരും വിമർശിക്കുന്നില്ല. പക്ഷേ കിച്ചുവിനെ ആക്രമിക്കുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. പൊന്നു പ്രേക്ഷകർ, ഈ പറയുന്ന സന്ദീപ് പടപ്പൽ, അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ ഒന്നും കൂടി കണ്ടാൽ മതി. പ്രത്യേകിച്ചിട്ടും അദ്ദേഹം എന്തൊരു മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. ഒരു പക്ഷേ ഇപ്പോൾ ഒരു കാര്യം പറയും, ഈ കേസ് ഒരു വള്ളി തന്നെയാണ്. ഇപ്പം കണക്കെതിരെ വന്നാലും ഉറപ്പായിട്ടും പറയാം, അതിൻ്റെ പിന്നിൽ നടക്കുന്നത് വലിയ വള്ളി തന്നെയാണ്. അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങാം, നമ്മൾ നിരപരാധിന്ന് തെളിയിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിൽ നടക്കുന്നത്, ഈ കേസ് കൊടുത്തവനും നമുക്കും എല്ലാവർക്കും പണി തന്നെയാണ്. അപ്പോൾ പൊന്നു പ്രേക്ഷകരോട് നമ്മുടെ സന്ദീപ് ബ്രോ തീർച്ചയായിട്ടും ഫുൾ എക്സ്പ്ലെയിൻ ആയിട്ടുള്ള വീഡിയോ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഈ വിഷയം ചർച്ച ചെയ്യാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.